ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും അവ കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിതാ അടിപൊളി ഒരു പിടിയായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗ്ലാസ് നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണയാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതാ പച്ചവെള്ളത്തിൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കുക. പച്ചവെള്ളത്തിലാട്ടോ കുഴക്കേണ്ടത്, ചൂടുവെള്ളത്തിലല്ല. നമ്മൾ പത്തിരിക്കാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഞാനിതാ പച്ചവെള്ളത്തിൽ നമുക്ക് വെള്ളം പോലെ ഒന്നും ആവാൻ പാടില്ല കേട്ടോ. ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കണം. നമുക്ക് ഉരുട്ടുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടാതെ വിത്ത് കിട്ടണമല്ലോ, ആ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ബൗളിലേക്ക് ഒഴിച്ചു. അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ബോൾസ് അങ്ങ് പിടിച്ചാൽ മതി കേട്ടോ. ചെറുത് ഇതിലും ചെറുതാക്കി പിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാട്ടോ. അങ്ങനെ ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുന്ന മുന്നേ കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഓരോരോ ബോൾസായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച ശേഷം ഉരുട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ബോൾസൊക്കെ ഉരുട്ടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി നിന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ കറിവേപ്പിലിൻ്റെയും കൂടി ആ ഒരു മണവും ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതാട്ടോ. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുറുകിയ ചാറോട് കൂടിയിട്ട് ആ തേങ്ങാപ്പാലിലേക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശയും പത്തിരിയൊന്നും ഉണ്ടാക്കാതെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചിക്കൻ കറി ആട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിടിയും ചിക്കൻ കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഒരു തവണയെങ്കിലും, അപ്പോഴാണ് അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. ഇത് പിടി മാത്രം കഴിക്കാനും പറ്റും കേട്ടോ. ഇതിനൂടെ കടലക്കറിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അങ്ങനെ അണ്ടിലെ പിടി, നല്ല കുറുകിയ പിടിയും നല്ല കോഴിക്കറിയും നല്ല ഭംഗിയില്ലേ. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ വായിൽ വെള്ളം വരുന്നിട്ട് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ആ തേങ്ങാപ്പാലിലൊക്കെ കുറുകി വന്നോട്ട് നല്ല രുചിയാണ്. അപ്പോൾ ഇതാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.